സംഖ്യാപുസ്തകം 24 അധ്യായം. ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലെയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ബിലെയാം തല ഉയർത്തി ഇസ്രയേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത് ബെയോരിൻ്റെ മകനായ ബിലെയാം പറയുന്നു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്: യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രയേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അവൻ്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവൻ്റെ വിത്തിന് വെള്ളം ധാരാളം. അവൻ്റെ അരജൻ ആകാകിലും ശ്രേഷ്ഠൻ. അവൻ്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ത്രമെയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു. ഒരു സിംഹി കണക്കെ തന്നെ. അവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ബാലാക്കിന്റെ കോപം ബിലെയാമിന്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ച് ബിലെയാമിനോട്: എന്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. നീയോ ഇവരെ ഈ 3 പ്രാവശ്യവും ആശീർവദിക്കുക എത്ര ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലെയാം ബാലാക്കിനോട് പറഞ്ഞത്: ബാലാക്ക് തൻ്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല. യഹോവ അരുളി ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് എൻ്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവികാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് എന്തെന്നാൽ: ബെയോരിൻ്റെ മകൻ ബിലെയാം പറയുന്നു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്: ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെല്ലാം തകർക്കുകയും തുമ്മുലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. ഏദോം ഒരു അധീനദേശമാകും. ശത്രുവായ സെയീരും അധീനദേശമാകും. ഇസ്രയേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്: അമേലേക്ക് ജാതികളിൽ മുമ്പൻ, അവന്റെ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്: നിന്റെ നിവാസം ഉറപ്പുള്ളത്, നിന്റെ കൂട് പാറയിൽ വെച്ചിരിക്കുന്നു. എങ്കിലും നിന്നിന് നിർമൂല നാശം ഭവിക്കും. അശൂർ നിന്നെ പിടിച്ചുകൊണ്ടുപോവാൻ ഇനിയത്രേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്: ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും? കിത്തീം തീരത്ത് നിന്ന് കപ്പലുകൾ വരും. അവ അശൂരിനെ താഴ്ത്തും, ഏബരിനെയും താഴ്ത്തും. അവനും നിർമൂല നാശം ഭവിക്കും. അതിൻ്റെ ശേഷം ബിലെയാം പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ബാലാക്കും തൻ്റെ വഴിക്ക് പോയി. സംഖ്യാപുസ്തകം 25 അധ്യായം. ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രയേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട്: ജനത്തിന്റെ തലവന്മാരായവരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രയേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രയേൽ ന്യായാധിപന്മാരോട്: നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ആളുകളിൽ ബാൽപെയോരിനോട് ചേർന്നവരെ കൊല്ലുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും കാണുകെ ഒരു ഇസ്രയേല്യൻ
തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹ്റോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫീനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്തു. ആ ഇസ്രയേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രയേലിനെയും ആ സ്ത്രീയെയും തന്നെ, അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രയേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രയേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹ്റോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകനായ ഫീനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രയേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവൻ്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിൻ്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. മിദ്യാന സ്ത്രീയോടുകൂടെ കൊന്ന ഇസ്രയേലിന് സിമ്രി എന്നു പേർ. അവൻ ശിമെയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിന്റെ മകൻ ആയിരുന്നു. കൊല്ലപ്പെട്ട മിദ്യാന്യ സ്ത്രീക്ക് കുസ്ബി എന്നു പേർ. അവൾ ഒരു മിദ്യാന്യ ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂരിന്റെ മകളായിരുന്നു. പെയോരിന്റെ സംഗതിയിലും പെയോർ നിമിത്തമുണ്ടായ ബാധയുടെ നാളിൽ കൊല്ലപ്പെട്ട അവരുടെ സഹോദരിയായ മിദ്യാന്യ പ്രഭുവിന്റെ മകൾ കുസ്ബിയുടെ സംഗതിയിലും മിദ്യാന്യർ നിങ്ങളെ ചതിച്ച് ഉപായങ്ങളാൽ വലച്ചിരിക്കൊണ്ട് നിങ്ങൾ അവരെ വലച്ചു സംഹരിപ്പിൻ എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. സംഖ്യാപുസ്തകം 26-ാം അധ്യായം. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹ്റോന്റെ മകൻ എലിയാസറിനോടും ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ എലയാസറും എരീഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ വെച്ച് അവരോട് യഹോവ മോശയോടും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സു മുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പിൻ എന്ന് പറഞ്ഞു. ഇസ്രയേലിന്റെ ആദ്യജാതൻ രൂബേൻ. രൂബേന്റെ പുത്രന്മാർ ഹാനോക്കിൽ നിന്ന് ഹാനോക്യ കുടുംബം, പല്ലൂവിൽ നിന്ന് പല്ലൂവ്യ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലൂവിന്റെ പുത്രന്മാർ എലിയാബ്. എലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാദാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹ്റോനും വിരോധമായി കലഹിച്ച സംഘസദസ്യന്മാരായ ദാദാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും നീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമെയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ നെമുവേലിന്റെ കുടുംബം നെമുവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാഖീരിൽ നിന്ന് യാഖീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ഷാവൂവിൽ നിന്ന് ഷാവൂല്യ കുടുംബം. ശിമെയോന്യ കുടുംബങ്ങളായ ഇവർ 20,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗിയിൽ നിന്ന് ഹഗീയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനീയ കുടുംബം, ഉസ്നിയിൽ നിന്ന് ഉസ്നീയ കുടുംബം, ഏരിയിൽ നിന്ന് ഏറിയ കുടുംബം, ആരോദിൽ നിന്ന് ആരോദ്യ കുടുംബം, ആരയിലിൽ നിന്ന് ആരയില്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായ ഇവർ 40,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരുമോനാനുമായിരുന്നു. ഏരുമോനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഷേലിയിൽ നിന്ന് ഷേലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫേരസ്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിന്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദ കുടുംബങ്ങളായ ഇവർ 76,500 പേർ. ഇസാഖാറിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമ്രോനിൽ നിന്ന് ഷിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസാഖാർ കുടുംബങ്ങളായ ഇവർ 64,300 പേർ.
സെബൂലൂന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സേരദിൽ നിന്ന് സേരദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹ്ളേനിൽ നിന്ന് യഹ്ളേന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബൂലൂന്യ കുടുംബങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ മനശ്ശെയും എഫ്രൈമും. മനശ്ശെയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീറിയ കുടുംബം. മാഖീർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ ഇയസേരിൽ നിന്ന് ഇയസേര കുടുംബം. ഹേലെക്കിൽ നിന്ന് ഹേലേക്ക് കുടുംബം. അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം. ഷേഖേമിൽ നിന്ന് ഷേഖേമി കുടുംബം. ഷമീദാവിൽ നിന്ന് ഷമീദാവ്യ കുടുംബം. ഹേഫേരിൽ നിന്ന് ഹേഫറിയ കുടുംബം. ഹേഫേരിന്റെ മകനായ സെലോഹ് ഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായില്ല. സെലോ ഫഹാദിന്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ള, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനുഷ്യ കുടുംബങ്ങളായ ഇവർ 50,700 പേർ. എഫ്രയീമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ശൂദേലഹിൽ നിന്ന് ശൂദേലഹ്യ കുടുംബം. ബേരഖിൽ നിന്ന് ബേരഖ്യ കുടുംബം. തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂദേഹലിന് പുത്രന്മാരാരെന്നാൽ ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രയീമി കുടുംബങ്ങളായി ഇവർ 30,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസേഫിന്റെ പുത്രന്മാർ. ബെന്യാമീന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ബേലയിൽ നിന്ന് ബേലാവ്യ കുടുംബം. അസ്ബേലിൽ നിന്ന് അസ്ബേല്യ കുടുംബം. അഹീരാമിൽ നിന്ന് അഹീരാമ്യ കുടുംബം. ഷെഫൂമിൽ നിന്ന് ഷെഫൂമ്യ കുടുംബം. ഹൂഫാമിൽ നിന്ന് ഹൂഫാമ്യ കുടുംബം. ബേലയുടെ പുത്രന്മാർ അർദ്ധും നാമാനും ആയിരുന്നു. അർദ്ധിൽ നിന്ന് അർദ്ധ്യ കുടുംബം. നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമിന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഷൂഹാമിൽ നിന്ന് ഷൂഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങളാകുന്നു. ഷൂഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഇമ്നയിൽ നിന്ന് ഇമ്നീയ കുടുംബം. ഇഷ്വയിൽ നിന്ന് ഇഷ്വീയ കുടുംബം. ബെരിയാവിൽ നിന്ന് ബെരിയാവ്യ കുടുംബം. ബെരിയാവിന്റെ പുത്രന്മാർ കുടുംബങ്ങൾ ആരെന്നാൽ ഹേബറിൽ നിന്ന് ഹേബറിയ കുടുംബം. മർക്കിയേലിൽ നിന്ന് മർക്കിയേല്യ കുടുംബം. ആശേരിന്റെ പുത്രിക്ക് സാറ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഹഫ്ഹേലിന്റെ ഹഫ്ഹേലി കുടുംബം. ഗൂനിയിൽ നിന്ന് ഗൂന്യ കുടുംബം. യേസറിൽ നിന്ന് യേസറിയ കുടുംബം. ഷില്ലോമിൽ നിന്ന് ഷില്ലോമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങളാകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രയേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,01,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിനൊത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. ആളേറിയവർക്ക് അവകാശമേറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവന്റെ ആളെണ്ണത്തിനൊത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആൾ ഏറെയുള്ളവർക്കും കുറയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഗേർഷോനിൽ നിന്ന് ഗേർഷോന്യ കുടുംബം. കെഹാത്തിൽ നിന്ന് കെഹാത്ത് കുടുംബം. മെരാരിൽ നിന്ന് മെരായ കുടുംബം. ലേവ്യ കുടുംബങ്ങൾ ആവിത് ലിബ്നീയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ളീയ കുടുംബം, മൂഷ്യ കുടുംബം, കോരഹ്യ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യോക്കെബേദ് എന്നു പേർ. അവൾ മിസ്രയീം ദേശത്തു വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിർയാമിനെയും പ്രസവിച്ചു. അഹ്റോന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങളാകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായ്ക കൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരീഹോവിന്റെ സമീപത്ത് യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്റോൻ പുരോഹിതനും സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ
അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകും എന്ന് യഹോവ അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. സംഖ്യാപുസ്തകം 27. അനന്തരം യോസേഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫെരിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തു വന്ന് അവന്റെ പുത്രിമാർ മഹള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലയാസാർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെയെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ. സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാരിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണെ അവനെ ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലയാസറിന്റെ മുമ്പാകെ നിൽക്കണം. അവൻ അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരി മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവന്റെ വാക്കുപ്രകാരം പോകുകയും അവന്റെ വാക്കുപ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ച് പുരോഹിതനായ എലയാസാറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ചു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവൻ ആജ്ഞ കൊടുത്തു.